ആശുപത്രിയിൽ പോയി കിടന്നു, ഒരു അഡ്മിറ്റായി പോയി, ഷുഗർ പ്രഷർ വല്ലാത്ത പ്രശ്നം. അങ്ങനെയാണല്ലോ. ഗൾഫിൽ പോയി തിരിച്ചു വന്ന ഭർത്താവ് എന്തപ്പോൾ കാര്യമായിട്ട് കൊണ്ടുവരുന്നത്? ലാസ്റ്റ് ഔട്ടായിട്ട് വരുമ്പോൾ എന്താ കിട്ടുക? പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ എണ്ണം ഒന്നിച്ചിട്ട് കുറേ കൊല്ലായിൽ പോകുന്നു, അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ പുറമെ 3 എണ്ണം കാര്യമായിട്ട് കിട്ടുക. കമ്പനിയിൽ നിന്നൊക്കെ ഔട്ടായിട്ട് വന്നാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു രംഗക്കൊന്നും ഗൾഫുകാരൊന്നും നാട്ടിലില്ലേ? അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ അടുത്ത് ഒരാൾ തളിപ്പറമ്പെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എല്ലാ മക്കളെയും കെട്ടിച്ച്, അയാൾ മസ്കത്തിലാണ്, അവിടെ കുറേ കാലം കച്ചവടമൊക്കെ നടത്തി ഒക്കെ മതിയാക്കിയിട്ട് ലാസ്റ്റ് നാട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി അവസാനമുള്ള മകളെയും കൂടെ കെട്ടിച്ചു. ആൺകുട്ടികളൊക്കെ ഗൾഫിലേക്ക് മറ്റൊക്കെ കൊണ്ടുപോയി ഒക്കെ പഠിപ്പിച്ച് റെഡിയാക്കി. അങ്ങനെ അയാൾ ഔട്ടാക്കി നാട്ടിലേക്ക് വന്നിട്ട് ഭാര്യൻ്റെ കൂടെ മക്കളെ കൂടെ ഒന്ന് താമസിക്കാമെന്ന് കരുതി വന്നതാ. ഇവിടുത്തെ 2 മാസം കഴിഞ്ഞാൽ ഭാര്യ ചോദിച്ചു, നിങ്ങളിനി പോകുന്നില്ലേ ചോദിച്ചു. നിങ്ങളിനി പോകുന്നില്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ എന്ത് പോയിട്ട് എന്താക്കാനാണ്, ഞാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താക്കാനാന്ന് ഭാര്യ. ഇയാൾ പോയിക്കണം, ഞാൻ അവിടെ പോയിട്ട് എന്താക്കാനാ, ഇനി ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവളി പോയിക്കണം, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താക്കാനാണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ കെട്ടിയ വീടാണ്, അയാൾ നിർമ്മിച്ച വീട്ടിൽ അയാൾക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പിന്നെ കല്യാണം കഴിച്ച് അവിടെ അഡ്മിറ്റ് ആക്കലാണ്, അങ്ങനെ ഒരു കുറവും കൂടെ ഉണ്ട്. ഇവിടെ പിന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടോ അങ്ങോട്ടോ, ആണുങ്ങളെ കെട്ടിച്ചയക്കലാണോ പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കലാണോ? പെണ്ണുങ്ങളെ കെട്ടിച്ചയക്കൽ. നമ്മുടെ നാട്ടിലൊക്കെ തിരിച്ച് ആണുങ്ങളെ കെട്ടിച്ചയക്കല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഓൻ ഇവിടെ കാണുന്നേ ഇല്ല. ഭാര്യനെയും കൂട്ടി ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ ആരെങ്കിലും മരിക്കണം, എന്നാലും 2 ദിവസം ഇവിടെ ഒന്ന് നിൽക്കും. എന്നാൽ തന്നെ മസാല ചോദിക്കും, ഉസ്താദേ ഈ കണ്ണോക്കിൻ്റെ മുമ്പ് ഭാര്യ വീട്ടിൽ പോയി കൂടാന്നുണ്ടോ? അങ്ങനത്തെ വിടവന്മാരൊക്കെ ഉണ്ട്. പോട്ടെ, എൻ്റെ നാടല്ലാത്തതുകൊണ്ട് നേരിട്ട് പറയാം. ഏതായാലും ഞാൻ പറഞ്ഞത്, ഭാര്യ ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നതിന് ഫാത്തിമ ബീവിയുടെ മാതൃക കണ്ടോ? എത്രയോ മാസങ്ങളോളം ഖദീജ ബീവി ഭക്ഷണം കൊണ്ട് കുന്നുകയറിയിട്ട് കൊടുക്കുകയാണ്. ഒരു സമയത്ത് എത്രയോ ഖദീജ ബീവിന്റെ പ്രായം 55 വയസ്സ്. 55 വയസ്സായ ഖദീജ ബീവി മല കയറിയിട്ട് മുത്തുനബിക്ക് ഭക്ഷണം കൊടുത്തു. നിങ്ങൾ എന്തിനാണ് ഈ കുന്നിന്റെ മേലെ ഇരിക്കണം, നിങ്ങൾക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നുകൂടെ? ഒരു ചോദ്യം ഖദീജ ബീവി ചോദിച്ചില്ല. ആശുപത്രി കിടക്കണ ഭർത്താവിന് ഒരു ദിവസം ഭക്ഷണം കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കും. 2ാമത്തെ ദിവസം കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങൾ ചൂടാകുന്ന ഈ മക്കൾക്ക് സ്കൂളിലെ കൊണ്ടുപോയി ആദ്യം ഹോട്ടലിൽ വാങ്ങി തിന്നു പറയും. നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളെ ഉദുമ പടിഞ്ഞാറിലൊക്കെ നല്ല പെണ്ണുങ്ങളായിരിക്കും. ഇനി ഞാൻ പറഞ്ഞ വകയിൽ നാളെ ആയിരിക്കും ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം ആകണ്ട. അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഥാ റമദാൻ 27 രാത്രിയിൽ ഇറങ്ങുന്നു. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പരിശുദ്ധമായ ഹിറയുടെ മലകളെ പ്രബന്ധനം കൊള്ളിച്ചുകൊണ്ട് ഓതുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യർക്കറിയാത്തത് അറിയിച്ചു കൊടുത്ത പേന കൊണ്ട് എഴുതാൻ പഠിച്ച രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കൂ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നബിയാണ്. പക്ഷേ നബിയാണെന്ന പ്രഖ്യാപനം നടത്തുകയാണ്. ആ മുനാജാത്ത്, ആ സംസാരവും ആ വല്ലാത്ത ഒരു പ്രത്യേകമായ സംഭവവും നടന്ന് പേടിച്ച് വിറച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നിട്ട് പറയണത്, സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് വല്ലാതെ ഭയക്കുന്നു, പേടിയുണ്ട്, പനിക്കുന്നു, വറക്കുന്നുണ്ട്. ഖദീജ ബീവി അപ്പോൾ മുത്തുനബിയോട് പറഞ്ഞ വാക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹുൽ ബുഖാരി തുടങ്ങുന്നത് തന്നെ കൈഫ കാന ബദഉൽ വഹീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിനസ്, അതാ വഹീ തുടങ്ങിയ സംഭവം ഉദ്ധരിക്കുന്ന ഹദീസ് എടുത്തിട്ടാണ്. ആ ഹദീസിൽ ഇങ്ങനെ കാണാം, അല്ലാഹുവിന്റെ ഹബീബിനോട് ഖദീജ ബീവി പറയാണ്, ഓ നബിയേ, അയ്യുഹ്സികല്ലാഹു അബദാ, ഒരിക്കലും അങ്ങയെ റബ്ബ് ദുഃഖിപ്പിക്കൂല നബിയേ, അങ്ങയുടെ റബ്ബ് ഒരിക്കലും അങ്ങയെ പരീക്ഷിക്കൂല, വിഷമിപ്പിക്കൂല നബിയേ. മുഹമ്മദ് അൽ അമീൻ,
ഭർത്താവിനെ വിളിക്കാൻ ലാ യുഖ്സിക അല്ലാഹു അബദാ, ഒരിക്കലും അങ്ങയെ റബ്ബ് ദുഃഖിപ്പിക്കൂല. കാരണം ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതഖ്സിമുൽ മഅദൂം, പ്രയാസമുള്ളവരുടെ പ്രയാസം ഏറ്റെടുത്ത് തീർത്തു കൊടുക്കുന്ന നേതാവാണെന്ന്, പാവപ്പെട്ടവർക്കൊക്കെയും അവരുടെ കഷ്ടതകൾ നീക്കിക്കൊടുക്കുന്ന നേതാവാണെന്ന്, എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും അതെല്ലാം കൈകാര്യം ചെയ്യുന്ന നേതാവാണെന്ന്. മാത്രമല്ല കുടുംബബന്ധം നിങ്ങളെപ്പോലെ ചേർക്കുന്ന ഒരാൾ ലോകത്തില്ല. തന്റെ ഭർത്താവാണ്. ലോകത്തൊരു നബി ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകേണ്ടത് തന്റെ ഭർത്താവാണ്. ആ പ്രകാശം എത്രയോ തവണ താൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. കച്ചവടത്തിന് അമീറാക്കി അയക്കുന്ന സമയത്ത് ആ പ്രകാശം ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ സൗന്ദര്യം മുഖത്തിന്റെ സൗന്ദര്യം മാത്രമല്ല, അല്ലമീന്റെ മനസ്സിന്റെ സൗന്ദര്യമാണ് ഖദീജ കൂടുതൽ ആകർഷിച്ചത്. ഖദീജ ഇത് പറയാൻ ഒരു കാരണമുണ്ട്. ഖദീജ ബീവിക്ക് മാത്രം അറിയുന്ന ഒരു കാരണമുണ്ട്. എന്തിനാണ് ഖദീജ ബീവി അങ്ങനെ പറഞ്ഞത്? അങ്ങ് വല്ലാതെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവരാണ്, സഹായിക്കുന്നവരാണെന്ന് പറയാനൊരു കാരണമുണ്ട്. 15 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണത്. സുഹൃത്തുക്കളെ, മക്കയിൽ ഒരു വലിയ കല്യാണം നടക്കുകയാണ്. അന്ന് മക്കാര് അധിക വീട്ടിലും ഭക്ഷണം വെച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും ഭക്ഷണം ഒരു വീട്ടിലൊരുക്കിയിട്ടുണ്ട്. അത് ഖദീജ ബീവിയുടെ വീടാണ്. ഖദീജ ബീവിയുടെ വീട്ടിൽ അതാ കല്യാണം നടക്കുകയാണ്. ഖുവൈലിദിന്റെ മകൾ ഖദീജ. ആരാണ് ഖദീജ? അന്നത്തെ വേൾഡ് മാർക്കറ്റായ ഷാമിലെ കച്ചവടം നിയന്ത്രിക്കുന്ന പെണ്ണാണ്. വലിയ സമ്പന്നയാണ് ഖദീജ. ആ ഖദീജ ബീവിയുടെ അതാ ഭർത്താവായി കടന്നു വരുന്നത് മക്കക്കാരെ അല്ലമീൻ എന്ന് വിളിച്ചാദരിക്കുന്ന 25 വയസ്സുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സാണ്. തന്നെക്കാൾ 15 വയസ്സേറെയാണ് ഭാര്യയ്ക്ക്. അതാ കല്യാണ വീട്ടിലേക്ക്, പ്രൗഢമായ കല്യാണ സദസ്സിലേക്ക് ആളുകൾ, കോടീശ്വരന്മാര്, ലക്ഷപ്രഭുക്കള്, സാധാരണക്കാര്, തീരെ പാവപ്പെട്ടവര്, പല കോലത്തിലുള്ളവർ കയറി വരുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം നടക്കുന്ന ഖദീജ ബീവിയുടെ വലിയ വീട്ടിന്റെ പൂമുഖത്തിരുന്നു കല്യാണം വീക്ഷിക്കുകയാണ്. വലതുഭാഗത്തും ഇടവലു ഭാഗങ്ങളിലുമായി അബൂ ലഹബുണ്ട്, അബൂ ത്വാലിബുണ്ട്, ഹംസയുണ്ട്, അബ്ബാസുണ്ട്, പലരുമുണ്ട്, കുടുംബക്കാരൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം വീക്ഷിക്കുകയാണ്. ഖദീജ ബീവിയോ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തന്റെ ഹൃദയം തന്നോട് പറഞ്ഞ ലോകത്തിന്റെ നേതാവായി മാറുമെന്ന് പലപ്പോഴും തന്റെ കൽബ് മന്ത്രിച്ച അൽ അമീന പ്രിയപ്പെട്ട ഭർത്താവായി കിട്ടിയ സന്തോഷത്തിൽ രാജകീയമായ പ്രൗഢിയിൽ വലിയ കല്യാണ വസ്ത്രം ധരിച്ച് തോഴിമാർക്കിടയിൽ ഓടിക്കളിച്ച് രാജ്ഞിയായി നീങ്ങുന്ന ബീബി ഖദീജ അവരുള്ളിൽ കല്യാണത്തിൽ സന്തോഷത്തോടെയുണ്ട്. പെട്ടെന്നാണ് കല്യാണത്തിന്റെ പ്രഥമ കവാടത്തിലൂടെ, പന്തലിലൂടെ ഒരു പെണ്ണ് കടന്നു വരുന്നത്. വളരെ പ്രായം തോന്നിക്കുന്ന ഒരു പെണ്ണ്. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. കാലുപൊട്ടി ചോരയൊഴുകുന്നുണ്ട്. ഈ ചോര നടന്ന ഭാഗത്തൊക്കെയും കാലുവച്ച സ്ഥലങ്ങളിലൊക്കെയും ചോരയുടെ പാടുണ്ട്. ഈ കല്യാണ പന്തലിലേക്ക് കടന്നു വന്ന് പരിസരമൊക്കെ നോക്കിയിട്ട് പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ലക്ഷപ്രഭുക്കന്മാര് കൂടുതൽ നിൽക്കുന്ന ഈ VIP കല്യാണത്തിൽ പ്രച്ഛന്ന വേഷം പോലെ ഒരു വേഷം ധരിച്ചു വന്നാൽ ആര് പരിഗണിക്കാനാണ്? ആരും മിണ്ടാത്തത് കണ്ടപ്പോൾ കൂടുതൽ ഭയവിഹ്വലതയോടെ പരിസരം മറന്നു നോക്കുന്ന ഈ പാവപ്പെട്ട ഉമ്മ, ഈ പ്രായമുള്ള ഈ പെണ്ണുങ്ങള് അള്ളാഹുവിന്റെ ഹബീബ് സിറ്റൗട്ടിൽ നിന്നൊന്ന് നോക്കുകയാണ്, പൂമുഖത്തു നിന്നൊന്ന് നോക്കുകയാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ചാടിയങ് എഴുന്നേറ്റ് പന്തലിലൂടെ നടന്ന് പ്രധാന കവാടത്തിന്റെ അടുത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന പ്രായമുള്ള പെണ്ണിന്റെ കൈ കടന്നു പിടിച്ചിട്ട് വിളിച്ചു, ഉമ്മാ, ഉമ്മ എങ്ങനെ ഈ കല്യാണത്തിനെത്തിയത്? അൽ അമീൻ അന്നത്തെ പുതുമണവാളൻ ഉമ്മാന്ന് വിളിച്ചപ്പോ ആളുകൾ പരിസരത്തു നിന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അൽ അമീന്റെ ഉമ്മ 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ വഹബിന്റെ മകൾ ആമിനയാണ്. ഇപ്പൊ ഇവിടെ നിന്നാണ് ഒരു ഉമ്മ വന്നത്. ഈ പ്രായമുള്ള ഉമ്മയുടെ കൈ നെഞ്ഞോട് തീർത്തു വെച്ചു നേരെ നടന്ന് വീട്ടിന്റെ പൂമുഖത്തെത്തി. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് തല നീട്ടിയിട്ട് മുത്തുനബി വിളിച്ചു, ഖദീജ
ഉള്ളിൽ തോഴിമാർക്കിടയിലൂടെ സന്തോഷം പങ്കിടുന്ന ഖദീജ മിനിറ്റുകൾക്ക് മുമ്പ് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ലോകത്തിന്റെ നായകരാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അൽ അമീനാകുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമന്റെ ശബ്ദം കേട്ട് ഖദീജ ബീവി ഓടി വന്നിട്ട് ചോദിച്ചു, അൽ അമീൻ എന്നെ വിളിച്ചു ഖദീജ വിളിച്ചു. ഇതേതാ ഒരു പ്രായമുള്ള പെണ്ണ്? ഖദീജ ബീവിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇതാരാന്നറിയോ? എനിക്ക് 2 വയസ്സ് വരെ മുലയൂട്ടി തന്ന 4 വയസ്സ് വരെ എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ ഹലീമ. എന്റെ ഉമ്മയാണ് എന്റെ കല്യാണത്തിന് വന്നിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണ്. ഉമ്മ എന്തേ ഈ കോലത്തിലായി പോയത്? ഉമ്മാന്റെ അവസ്ഥ എന്താണ്? എവിടെയാണ് താമസിക്കുന്നത്? ഹലീമ ബീവിയുടെ കണ്ണ് നനയുകയാണ്, ചുണ്ടു പറിച്ചു പോവുകയാണ്. മോനെ, 1-2 മലകൾക്കപ്പുറത്താണ് താമസം. പ്രായമേറിയത് കൊണ്ട് പണ്ടും മുലയൂട്ടിയിട്ടല്ലേ, കുട്ടികളെ മുലയൂട്ടിയിട്ടല്ലേ ഉപജീവന മാർഗം കണ്ടെത്തിപ്പോൾ അതിന് കഴിയില്ലല്ലോ. ഭർത്താവും രോഗിയായി കിടപ്പിലാണ്, മക്കൾക്കൊന്നും അതാ പണിയില്ല, കൂലിയില്ല, വേലയില്ല, അധികവും പട്ടിണി കിടക്കുകയാണ്. ആയിടക്കാണ് നാട്ടിൽ ചില ആളുകൾ പറഞ്ഞത്, ഹലീമ നിങ്ങൾ പണ്ട് 19-20 കൊല്ലം മുമ്പ് മുല കൊടുത്തൊരു യതീം കുട്ടിയില്ലേ മക്കയിലെ അബ്ദുള്ളാന്റെ മകൻ ആമിനാന്റെ മകൻ മുഹമ്മദ് എന്ന അൽ അമീൻ. ആ അൽ അമീന്റെ കല്യാണമാണ് ഇന്ന ദിവസം. അയാളുടെ ഭാര്യാപദത്തിലേക്ക് കടന്നു വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ ഖദീജയാണ്. കല്യാണ ദിവസം നിങ്ങളാ പന്തലിലെത്തിയാൽ അൽ അമീൻ നിങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമുറപ്പാണ്. ഒന്നുകൂടി കനിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഭക്ഷണം കിട്ടും. ഭർത്താവും മക്കളും പട്ടിണി കിടക്കുന്ന കുടുംബത്തിന് ഒരു നേരത്തെ പസയടക്കാൻ അത് കാരണമാകും. നിങ്ങളൊന്ന് പോയി നോക്കൂ എന്ന് കൂട്ടുകാരും നാട്ടിലുള്ള അയൽവാസികളും ഒക്കെ നിർബന്ധിച്ചപ്പോ ഉള്ളതിലേറ്റവും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടാണ് മോനെ നിന്റെ കല്യാണത്തിന് വന്നത്. മനഃപൂർവ്വം നിന്നെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി കീറിയ വസ്ത്രം ധരിച്ചു വന്നതല്ല, ഉള്ളതിലേറ്റവും നല്ല വസ്ത്രമാണ് ധരിച്ചത്. കാലിലണിയാൻ ചെരുപ്പില്ലാത്തത് കൊണ്ട് നഗ്നബാധയായാണ് നടന്നു വന്നത്. ചെരുപ്പില്ലാത്തത് കൊണ്ട് ഒരു കല്ല് കയറി ഇറങ്ങുമ്പോ കാലിൽ കൽച്ചീല് തറച്ച് ചോര പൊട്ടി ഒഴുകിയതാണ്. എന്റെ മകനേ, ഞാൻ ഈ കല്യാണത്തിന് വന്ന് ഈ ലക്ഷപ്രഭുക്കളിരിക്കുന്ന മജ്ലിസിൽ ഞാൻ കടന്നു വന്നത് എന്റെ മോന് ക്ഷീണമോ മോശമോ ആയി തോന്നുന്നുവെങ്കിൽ ഞാനിപ്പോൾ തിരിച്ചു പോകാം, നീ എന്നോട് ക്ഷമിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആപ്പിൾ പൂ പോലെ മൃദുലമായ പരിശുദ്ധമായ കരങ്ങൾ കൊണ്ട് ആ ഹലീമ ബീവിയുടെ കണ്ണീർ കണങ്ങൾ ഒപ്പിക്കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, നിങ്ങളിനി അങ്ങനെ പറയരുത്. നിങ്ങൾ എന്റെ ഉമ്മയല്ലേ, കല്യാണത്തിൽ വന്നത് സന്തോഷമല്ലേ. ഖദീജ, എന്റെ ഞരമ്പിലോടുന്ന രക്തം, എന്റെ സിരകളിലോടുന്ന രക്തം ഈ ഉമ്മ തന്ന മുലപ്പാലാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കൂ, ഉമ്മാക്ക് കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ, ഉമ്മാക്ക് നല്ല ഡ്രസ് കൊടുക്കൂ. ഭർത്താവിന്റെ ഉമ്മയെ പ്രതീക്ഷിക്കാതെ കിട്ടിയ സന്തോഷത്തിലാണ് ഖദീജ ബീവിയും. കല്യാണ ദിവസം വിശിഷ്ടാതിഥിയായി വന്നത് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയാണ്. ഖദീജ ബീവി പെരുത്തു സന്തോഷത്തിലാണ്. കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. താൻ കല്യാണത്തിന് വാങ്ങി വെച്ച വിലപിടിപ്പുള്ള ഡ്രസ്സുകളിൽ ഒരു ഡ്രസ്സ് കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോ ഹലീമ ബീവിയുടെ കുഴിയിലിറങ്ങിയ കണ്ണുകളിലും തിളക്കം വന്നുപോയി, ഒട്ടിയ കവിളിലും ഓജസ് വന്നുപോയി. ഹലീമ ബീവിക്കൊരു സന്തോഷവും ഉന്മേഷവും വന്നതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, മോനെ ഞാനിനി പോവാണ്, എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം കിട്ടുമോ? എന്റെ ഭർത്താവ് നിന്റെ ബാപ്പയല്ലേ, മുലകുടിയിലൂടെയുള്ള ബാപ്പയല്ലേ, അവര് പട്ടിണി ചെയ്താ രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, ഭക്ഷണം കൊടുക്കൽ ഖൈറല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഖദീജ, ഉമ്മാന്റെ പ്രയാസം കേട്ടോ, ഉമ്മാനെ വെറും കയ്യോടെ മടക്കിയേക്കുന്നതെങ്ങനെ? ഉമ്മാക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? എന്താണ് കൊടുക്കുന്നത്? അൽ അമീൻ, ഉമ്മാക്കൊരു 40 ഒട്ടകത്തെ കൊടുക്കാമോ ഖദീജ? എന്റെ കയ്യിലൊന്നുമില്ല.
എന്റെ കയ്യിലൊന്നുമില്ല നിനക്കറിയാലോ. ഇനി അങ്ങനെ പറയരുത് ഭർത്താവല്ല അമീൻ. ഞാൻ എന്നെ മാത്രമല്ല, എന്റെ ശരീരം മാത്രമല്ല, എനിക്കുള്ള ലോകത്തെവിടെയുമുള്ള എല്ലാ സ്വത്തുക്കളും ഇനി അങ്ങയുടെ ദഹത്തിലാണ്. ഞാനും എന്റെ സ്വത്ത് മുഴുവനും ഇനി അങ്ങേക്കുള്ളതാണ്. കൈകാര്യം ചെയ്യുമ്പോ എന്നോട് ചോദിക്കേണ്ടതില്ല. ഭർത്താവിന് സമ്മതിച്ചു കൊടുക്കാണ് ഖദീജ ബീവി. മുത്തുനബിയുടെ ചോദ്യം, 40 ആടിനെ കൊടുക്കാമോ ഖദീജ? അൽ അമീൻ, അങ്ങല്ലേ പറഞ്ഞത് അങ്ങയുടെ രക്തമായി ഉമ്മാന്റെ മുലപ്പാലാണെന്നോ. അങ്ങയുടെ ഉമ്മ എന്റെയും ഉമ്മയല്ലേ, അതുകൊണ്ട് ഉമ്മാക്ക് 40 ആടുകളെ ആക്കണ്ട. ആ മലഞ്ചെരിവിൽ കാണുന്ന 100 കണക്കായ ആട്ടിൻ പറ്റങ്ങളെ മുഴുവനും നമ്മുടെ കല്യാണത്തിന്റെ സമ്മാനമായി സന്തോഷമായി അങ്ങയുടെ ഉമ്മാക്കിരിക്കട്ടെ. ആടിനെ അറുത്ത് പാകം ചെയ്തു കൊടുക്കുന്ന ഒരു പണിക്കാരനെയും ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനെയും 2 വേലക്കാരെ കൊടുക്കാം. മുത്തുനബി പിന്നെയും ചോദിക്കാണ്, ഉമ്മ നടന്നിട്ട് വന്നിട്ട് കാല് പൊട്ടിയത് കണ്ടില്ലേ ഖദീജ, ഉമ്മാക്കൊരു വാഹനം കൊടുക്കൂടെ? അതിനെന്താണ് അമീൻ? അറബികളുടെ കൂട്ടത്തിൽ സമ്പന്നര് മാത്രം ഉപയോഗിക്കുന്ന ചുവന്ന ഒട്ടകം. ചുവന്ന ഒട്ടകം സമ്പന്നർ ഉപയോഗിക്കുന്ന വാഹനമാണ്. അങ്ങയുടെ ഉമ്മാക്ക് ചുവന്ന ഒട്ടകം ഇരിക്കട്ടെ. ഒട്ടകത്തിന്റെ കടിഞ്ഞാട് പിടിച്ച് മൂക്കുകയറ് പിടിച്ച് നടക്കുന്ന ഒരൊട്ടകക്കാരൻ, അതിന്റെ ഡ്രൈവറും നമ്മുടെ വകയിൽ ഉമ്മാക്ക് സന്തോഷത്തിനിരിക്കട്ടെ. അൽ അമീൻ. ഇതൊക്കെ ഹലീമ ബീവിയുടെ മുമ്പിൽ നിന്നങ്ങ് പറയുമ്പോ ഹലീമ ബീവി ഏങ്ങലടിച്ച് കരയുകയാണ്, വിരുമ്പി വിരുമ്പി കരയുകയാണ്. ഉമ്മ എന്തിനാണ് കരയുന്നത്? ആ സമയത്താണ് ഹലീമ ബീവി പറയണത്, മോനെ, എത്രയോ കുട്ടികൾക്ക് മുല കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്റെ പ്രയാസം വരുന്ന സമയത്ത് അവരെ കണ്ടാൽ അവരെന്നെ തിരിച്ചറിഞ്ഞാലും തിരിച്ചറിയാത്ത കോലത്തിൽ നടക്കലാണ്. ആരും എന്നെ ഉമ്മാന്ന് വിളിക്കാറില്ല. എന്റെ പൊന്നുമോൻ 25 വയസ്സ് വരെ പ്രയാസത്തോടെ വളർന്നു. ഇന്നാണ് നീ ഒരു സമ്പന്നനാകുന്നത്. ഇന്നാണ് നിന്റെ ജീവിതത്തിൽ ഒരു ഭൗതിക സന്തോഷം വരുന്നത്. ആ സന്തോഷമുള്ള സമയത്ത് എത്രയോ വലിയ പണക്കാർ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് വലിയ പ്രച്ഛന്ന വേഷം പോലൊരു വേഷം ധരിച്ച് കീറിപ്പാറിയ വസ്ത്രം ധരിച്ച് കടന്നു വന്ന എന്നെ ആളുകളുടെ മുമ്പിൽ നിന്ന് ഉമ്മാന്ന് വിളിക്കാൻ മനസ്സ് കാണിച്ചില്ലേ നീ? അത് തന്നെ എത്ര വലിയ ഔദാര്യമാണ്. നീ സമ്പത്ത് നിനക്ക് കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്റെ നാട്ടിലുള്ള നാട്ടുകാരുടെ ഇടയിലെ ഏറ്റവും പാവപ്പെട്ടവളാണ് ഞാനും എന്റെ കുടുംബവും. ആ കുടുംബക്കാര് വളരെ നിസ്സാരക്കാരായി നോക്കുന്ന എന്നെ, കാലുപൊട്ടി ഒലിച്ച് നടന്നു വന്ന കീറിയ വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ എന്നെ, ഞാനിനി അങ്ങോട്ട് 100 ആടുകളെ തെളിച്ച് അതിന്റെ ഇടയിൽ യജമാനെത്തിയപ്പോലെ ചുവന്ന ഒട്ടകത്തിന്റെ മേലെ ഒട്ടകക്കാരൻ അതിന്റെ മൂക്ക് കയറും പിടിച്ച് ഞാൻ അതിന്റെ മേലെ കയറിയിട്ട് എന്റെ നാട്ടിലേക്ക് പോകുന്നൊരു രംഗം എനിക്ക് തസവ്വുറാകുന്നില്ല. എന്റെ കൽബിലങ്ങ് പിടിക്കണില്ല. എന്റെ പൊന്നുമോനെ, ലോകത്തിതുപോലെ ഒരു മകനും ഒരു ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യൂല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം നടന്ന ധർമ്മത്തിന്റെ സന്തോഷത്തിന്റെ ഒരു പകർപ്പാണ് ഞാൻ പറഞ്ഞത്. ഓ സഹോദരിമാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, 15 വർഷം അങ്ങ് കഴിഞ്ഞു. മുത്തുനബിക്ക് 40 വയസ്സ്, ഖദീജ ബീവിക്ക് 55 വയസ്സപ്പോഴാണ് നബുവത്തിന്റെ പ്രഖ്യാപനമുണ്ടാകുന്നത്. ഇപ്പോഴാണ് ഖദീജ ബീവി പറയണത്, ഓ ഭർത്താവേ, അല്ലാഹ് നിങ്ങളെ ദുഃഖിപ്പിക്കൂല കേട്ടോ. കാരണം എന്ത്? ലോകത്ത് ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജയുടെ സമ്പത്ത്. ഇനിയും കച്ചവടം തുടങ്ങാം, ഒരു കഫ്തേരിയ പോലെ അടുത്തതും കൂടെ തുടങ്ങാം. സൂപ്പർ മാർക്കറ്റ് പൊളിച്ച് മെഗാ മാർക്കറ്റാക്കി അത് പൊളിച്ചിട്ട് അതിനേക്കാളും വലിയ കമ്പനി ഉണ്ടാക്കുന്ന മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മനുഷ്യർക്ക് കൂടുതൽ കിട്ടണമെന്നത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾ മരിച്ചിട്ട് പള്ളിക്കാട്ടിലെത്തിയിട്ട് തൊള്ളയിലും പള്ളയിലും മണ്ണ് വന്ന് നിറഞ്ഞാലല്ലാതെ മനുഷ്യന്റെ ആർത്തി തീരൂല്ല. ആ ലോക
ലോകത്ത് ദുന്യാവിന്റെ സമ്പത്താ ചിന്തിക്കണം. എൻ്റെ ഭാര്യയുടെ സമ്പത്ത് എനിക്ക് കൈയടക്കണം, അതുകൊണ്ട് കച്ചവടം തുടങ്ങണം, മക്ക എനിക്ക് പിടിച്ചടക്കണം, പരിസരങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങണം, എനിക്ക് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യം തുടങ്ങണം. അങ്ങനെ ചിന്തിക്കാൻ എന്തുകൊണ്ടും അതാ നല്ല പവറും ചിന്തയും കച്ചവടത്തിന്റെ ട്രിക്കും അറിയുന്ന പ്രിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 15 വർഷം കൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തിലേറെ ഭാഗവും പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർത്തു. അതാ ഖദീജ ബീവി പറയണത്, അൽ അമീൻ, അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല, അൽ അമീൻ, അങ്ങേ അല്ലാഹു കൈവിടൂല, അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് എഴുന്നേൽക്കൂ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. ഒരു 3 സ്വലാത്തു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മെ മദീനയിലെത്തിക്കട്ടെ. അല്ലാഹു നമ്മെ മദീനയിൽ ഹബീബിന്റെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് അല്ലാഹു നമ്മെ സന്തോഷത്തോടെ എത്തിക്കട്ടെ. ഓ സഹോദരങ്ങളെ, മക്ക എന്ന് പറയുന്ന വല്ലാത്ത പ്രദേശം, ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബിയായി പ്രഖ്യാപനം നടത്തപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് തുടങ്ങി. ആരും മൈൻഡാക്കണില്ല, ആരും മൈൻഡ് ചെയ്യണില്ല. ഖദീജ ബീബി കടന്നു വന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നു. നോക്കൂ നിങ്ങൾ, പലരും അറച്ചും വെറുത്തും അതുവരെ ബഹുമാനിച്ച മുഴുവൻ ആളുകളും ആക്രമിച്ചു, കൂക്കി വിളിച്ചു, പരിഹാസമുണ്ടാക്കി. 53 വർഷം ജീവിക്കുകയാണ് ആ നാട്ടിൽ, 13 വർഷം നബുവത്തിന്റെ കാലം. എന്നിട്ടും അതാ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നില്ല. അതേ സമയത്തൊരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നേരത്തെ നിർണയിച്ചിട്ടുണ്ട്. ആ നാടാട് പരിശുദ്ധ മദീന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്. പക്ഷേ എന്തേ മക്കയിൽ ദീന വളരാത്തത്? എന്തിനാണ് മദീന തെരഞ്ഞെടുത്തത്? മദീന സന്തോഷമുള്ള ജനങ്ങളുടെ നാടാണ്, മദീന സ്നേഹിക്കാൻ അറിയുന്നവരുടെ നാടാണ്. ഇപ്പൊ പോയാക്കും അതറിയാം. മക്കാരുടെ സ്വഭാവമാണോ മദീനക്കാർക്ക്? ഏയ് അല്ല. തായിഫ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മുത്തുനബി എറിഞ്ഞ സ്ഥലമാണ്. ഇപ്പോൾ തായിഫിലുള്ള ആൾ പറയും പണ്ടത്തെ അതേ സ്വഭാവം എന്ന് പറഞ്ഞാൽ കല്ലെടുത്തെറിയണ സ്വഭാവം തന്നെ ഇപ്പോൾ അവിടുത്തെ അറബികൾക്ക്. അള്ളാഹു അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ. ആമീൻ. തീരെ പോരാ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ നാട്ടിലൊരു പെണ്ണുങ്ങളുണ്ടായിരുന്നു, ഈ സൗദിയയിൽ നിതാക്കാത്ത് വന്നു. അപ്പോൾ പെണ്ണുങ്ങൾ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞു, നമ്മളെ മാപ്പിളയും പിള്ളേരൊക്കെ ഔട്ടായിട്ട് വരുമെന്നാണ് പറയുന്നു. ഒക്കെ നിതാക്കാത്ത എന്തോ ഒരു സംഗതി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് ഔട്ടായിട്ട് വരുമെന്നാണ് പറയണത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കാര്യമായിട്ട് ദ്വാരക്കണേ ആയിസൂന്ന് പറഞ്ഞു അപ്പുറത്തെ പെണ്ണുങ്ങളോട്. അപ്പോൾ ആ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വയ്ക്കുക, അതിന് ഞാനെന്തിനാ ദ്വാരക്കുന്നത്, നമ്മളെ മാപ്പിളയും പിള്ളേരെല്ലാം ഷാർജയിലല്ലേ. ഏയ് പോയ പോക്ക് നോക്കണേ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാട്ടും തായിഫുകാറില്ല, അതുകൊണ്ട് ആമീനൊരു ശക്തി കുറവ്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഉറക്കെ ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്താ ഞാൻ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന അതൊരു വല്ലാത്ത സൗന്ദര്യമുള്ള നാടാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി എത്ര ദിവസം മുമ്പ് ഒരുങ്ങിയത്? അടുത്ത കാലത്ത് നബിദിനം എന്ന മഹത്തായ സന്ദേശം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ ഞാനിപ്പോൾ ഈ ഉണങ്ങി മെലിഞ്ഞ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ
നോട്ടീസ് അടിച്ചത് ഒരാഴ്ച മുമ്പ്. എന്നെക്കാൾ എത്രയോ വലിയ മഹത്വമുള്ള ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അധികം ആളുകളെയും അറിയില്ല, കുറച്ച് ആളുകളൊക്കെ അറിയാം. നമ്മുടെ ഉസ്താദ്, പ്രായമുള്ളൊരു ഉസ്താദ് ഇവിടെ ദർസ് നടത്തുന്ന അള്ളാഹു വലിയ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നല്ല സന്തോഷത്തോടെ ഒരുപാട് കാലം ദീന ഖിദ്മത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. പ്രായമുള്ള വേറൊരു ഉസ്താദുണ്ട്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കമ്മിറ്റിക്കാർ, പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറി. അപ്പോൾ ആ ഇവിടുത്തെ സഹോദരിയെ പറ്റിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർക്ക് കൈ മുറിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. മറ്റൊരു കൈ വെച്ചിട്ട് എന്നിട്ടും ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു താല്പര്യം. ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ആ സഹോദരിയെയും ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തരുന്ന എല്ലാ സഹോദരിമാരെയും നീ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ആ സഹോദരിക്ക് ഒരു രോഗവും കൊടുക്കാതെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള സഹോദരിമാർക്കൊന്നും ഒരു രോഗവും നൽകാതെ നീ രക്ഷപ്പെടുത്തിക്കോളണം അല്ലാഹ്. മാരകമായ സകല രോഗങ്ങളെ തൊട്ടും ഞങ്ങൾക്കും കുടുംബത്തിനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ പരിപാടിയുടെ സഹകാരികൾക്ക് മുഴുവനും നീ റഹ്മത്തും ബറക്കത്തും ഹിഫ്ളും ഹിമായത്തും നൽകി സന്തോഷം ചൊരിയണം അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇവിടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ തീരെ ചെറിയ നമ്മൾ വന്നാൽ തൊട്ട് മുമ്പിലുള്ള സമയം ഇന്നലെയോ ഇന്നോ പറഞ്ഞാൽ മതി. ഇപ്പം ഇന്ന് പറയും, നാളെ എന്താ പറയാൻ പറ്റുന്ന ഉസ്താദിൻ്റെ പേര്, ഇന്നലെ ചിലപ്പോൾ എൻ്റെ പേരും പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ അത്ര വലുത് അത്രയും പറഞ്ഞാൽ മതി, അതിനപ്പുറം കാരണം നമ്മളില്ല. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതേ സമയത്ത് ഇവിടെ വലിയൊരു പണ്ഡിതനാണ് വരുന്നത്, വലിയൊരു പണ്ഡിതനാണ് വരുന്നത്. ഇപ്പോൾ പാണക്കാട് തങ്ങളാണ് ഇവിടെ വരുന്നത്, ഹൈദരലി ശാപങ്ങൾ വരികയാണ്, അല്ലെ കാന്തൂർ ഉസ്താദ് വരികയാണ്, അല്ലെ വലിയൊരു പണ്ഡിതൻ, ഒരു വലിയ സയ്യിദ് ഇവിടെ വരികയാണ്. എന്നാൽ നമ്മൾ എത്ര നാൾ മുമ്പ് തുടങ്ങും? കുറേ നാൾ മുമ്പേ അതിൻ്റെ പരിപാടി തുടങ്ങും. അങ്ങ് കവാടം ഉദുമയിൽ വെച്ചിട്ടുള്ള ഒരു ഗേറ്റ്, ഹൈദരലി ശിഹാബ് തങ്ങൾ പടിഞ്ഞാറ്, എന്താ നാട്ടിൻ്റെ പേര് പടിഞ്ഞാറ്. കുറേ അപ്പുറം വെച്ചിട്ടുണ്ടാവും ഉള്ളാളത്ത് തങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ ഗേറ്റ് ചിലപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അതെന്താണ്? ആ വരുന്ന ആളെ പവറാണ് ആ ഗേറ്റിൻ്റെ ബഹുമാനം. എൻ്റെ പേര് അവിടെ എഴുതി ഒരിക്കലും വെക്കൂല, കാരണം എന്താ, ഞാൻ അത്രയൊന്നും ഇല്ല, ആർക്കും അറിയും ചെയ്യില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവരൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ സഹോദരങ്ങളെ. അപ്പം വരുന്ന ആളുടെ ഖനമാണ് ഒരുക്കത്തിൻ്റെ ഖനം. വരുന്ന ആളുടെ പവറിനെയാണ് ഒരുക്കത്തിൻ്റെ ഖനം അറിയിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ എത്ര നാൾ മുമ്പേ ഒരുങ്ങും ഇല്ലേ? രണ്ട് നിലക്കാണ് ഒരുങ്ങുന്നത്. ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, മറ്റൊന്ന് കല്ലെറിയാൻ വേണ്ടി ഒരുങ്ങുന്നു. എന്തായാലും ഞാൻ പാർട്ടിക്കാരനല്ലേ, അള്ളാഹു രക്ഷപ്പെടുത്തരുത്, തമാശക്ക് പറഞ്ഞതാ. രണ്ട് പാർട്ടിയാലും നമുക്കൊരു കുഴപ്പമില്ല, ആര് പാലം കെട്ടിയാലും പോകും. പാലം കെട്ടണം, അതാണ് നമ്മുടെ പരിപാടി. ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി വരുമ്പോൾ അതിനേക്കാളും വലിയ ഒരുക്കും, രാഷ്ട്രപതി വരുമ്പോൾ അതിനേക്കാളും വലിയ ഒരുക്കും. ഒരു വിലയില്ലാത്ത അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ പിന്നെ സുബ്ഹാനല്ലാഹ് ഈ നാട്ടിൽ ഒറ്റ ഹോട്ടലേറും വെച്ച് തിന്നൂല, അവൻ തന്നെ കൊണ്ടുവന്നിട്ട് തിന്നണം. അങ്ങനെ വലിയ ബഹുമാനമാണ്. വരുന്നവൻ്റെ ബഹുമാനം നോക്കിയിട്ടാണ് ഇവിടെ ഒരുങ്ങുക. എന്നാൽ പരിശുദ്ധ മദീന ഒരുങ്ങിയത് എപ്പോഴാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ മനസ്സ് മദീനയിലേക്ക് മടക്കട്ടെ ചെറുപ്പക്കാരെ. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് 53 വർഷം ജനിച്ച് ജീവിച്ച പരിസരം വിട്ട് അർത്ഥമില്ല, അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ട്. ഓ സഹോദരങ്ങളെ, എത്യോപ്യ ഭരിച്ചിരുന്ന ഒരു രാജാവാണ് തുബ്ബൽ. അയാളും പട്ടാളക്കാരും പല സ്ഥലത്തും ഉരുറ്റാറുണ്ട്, സഞ്ചരിക്കാറുണ്ട്, പല നാടുകളിലും പോകാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മളെ കണക്ക് 4 ഉണക്കകളെ കൂടിയല്ല പോകുക, കുറേ മന്ത്രിമാർ കൂട്ടത്തിലുണ്ടാവും, കുറേ ആളുകൾ കൂടി. ഇപ്പം മുഖ്യമന്ത്രി വന്നാൽ തന്നെ ഈ ജില്ലയിലും തൊട്ടടുത്തൊക്കെ കുറേ ജില്ലയിൽ കുറേ മന്ത്രിമാരുണ്ടാകും. ഇതുപോലെ തുബ്ബൈ രാജാവ് പല സ്ഥലത്ത് പോകുമ്പോൾ എത്രയോ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്. ആ കൂട്ടത്തിൽ 200 വേദപണ്ഡിതന്മാരുണ്ട്. കിതാബുകൾ അറിയുന്ന, വേദം പഠിച്ച 200 ആളുകളുണ്ട്. അവർ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അവസാനം യസ്രിബിലെത്തി. യസ്രിബ് എന്നാൽ പഴയ മദീന. യസീബിലെത്തി. എപ്പോഴാണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്ന കാലമല്ല, പിന്നെയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലമാണ് പറയുന്നത്. മുത്തുനബി ജനിക്കുന്നതിന് 100 നൂറ്റാണ്ട് കാലം മുമ്പ് തുബ്ബൈ രാജാവ് മദീനയിൽ വന്ന് താമസിച്ചിട്ട് എല്ലാവരോടും പറയാൻ, അടുത്ത ആഴ്ച നമുക്ക് തിരിച്ചു പോകണം, നാട്ടിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോഴാണ് വേദപണ്ഡിതന്മാരൊരു യോഗം കൂടിയിട്ട് അവർ അതാ
രാജാവായ തുബ്ബയിനോടൊരു അപേക്ഷ സമർപ്പിക്കുകയാണ്. രാജാവേ, ഇവിടെ മക്കയിൽ തിഹാമ എന്ന് പറയുന്ന മക്ക, ആ മക്കയിൽ ആഖിറുൻ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി ഇദാ വുലിദൽ മൗലൂദു ബിത്തിഹാമ ബൈന കതിഫൈഹി സാമ കനതു ലഹുൽ ഇമാമ ഇലാ യൗമിൽ ഖിയാമ. മക്കയിൽ ഒരു നേതാവ് വരാനുണ്ട്. ആ നേതാവിന്റെ മുതുകിൽ ഖത്മുൻ നബുവത്തിന്റെ സീലടിച്ചിട്ടുണ്ട്. ആ നേതാവിന് ലോകത്തിന്റെ ഇമാമത്തുണ്ട്. ഖിയാമത്ത് നാൾ വരെ മറ്റൊരു നബിയില്ലാത്ത നിലക്ക് നേതൃത്വമുണ്ട്. അങ്ങനെ നേതാവ് ജനിക്കാനുണ്ട് രാജാവേ. ആ നാട്ടുകാരവരെ ഓടിക്കും, ആ നാട്ടിൽ താമസിക്കാൻ വിടൂല. അവര് നേരെ വരുന്നത് ഈ നാട്ടിലേക്കാണ് രാജാവേ. പറയണത് എപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ സംഭാഷണം നടക്കുന്നത്. അവരിവിടെയാണ് വരിക രാജാവേ. അവരിവിടെ വരുമ്പോ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കാൻ എന്തിന്? ഞങ്ങൾ മരിച്ച്, ഞങ്ങളെ മക്കൾ മരിച്ച്, അവരുടെ മക്കളും ജനിച്ച് മരിച്ച് അങ്ങനെ കാലം കഴിഞ്ഞാൽ ആ നേതാവായ നബി തങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ആ നബിയെ സ്വീകരിക്കാൻ ഞങ്ങളെ മക്കൾ ഇവിടെ വേണം രാജാവേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അങ്ങ് അനുവദിക്കണം. തുബ്ബൈ രാജാവ് പറയാണ്, എനിക്ക് സന്തോഷമായി, എനിക്കും ഇവിടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നാട് വിട്ടുപോയ രാജാവ് എന്ന് മോശമായ പേര് കേൾക്കാതിരിക്കാൻ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നിങ്ങൾ ഇവിടെ ആ നബിയെ കാത്തുനിന്നോ. ഉടനെ അതാ കൂട്ടത്തിൽ വേപ്പ് വരക്കാൻ അറിയുന്ന എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കുന്ന കുറെ ആളുകളെ വിളിച്ചിട്ട് 201 വീട് നിർമ്മിക്കാൻ ഓർഡർ ചെയ്യുകയാണ്. 201 വീടാണ് നിർമ്മിക്കുന്നത്. 200 വീട് ആർക്കാണ്? പണ്ഡിതന്മാർക്ക് താമസിക്കാനാണ്. അത് ഒറ്റ നില വീടാണ്. ഒരു വീട് 2 തട്ടുള്ള മാളികയാണ്. ആർക്കാണ്? അവസാന കാലത്ത് വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 തട്ട് മാളിക തുബ്ബൈ രാജാവ് പണിതു കൊടുത്തു. കൂട്ടത്തിൽ അതാ ഒരു കത്തെഴുതി കൊടുക്കാണ്. അവസാനം വരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തുബ്ബൈ രാജാവ് എഴുതുന്ന കത്താണിത്. എനിക്ക് എൻ്റെ മക്കൾക്കും അങ്ങേ സ്വീകരിക്കാൻ വലിയ താല്പര്യമുണ്ട്, പക്ഷേ സാധിക്കില്ല. അതുകൊണ്ട് അങ്ങക്ക് താമസിക്കാൻ ഞാൻ ഇതാ വീട് നിർമ്മിച്ചിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ആഖിറത്തിൽ എനിക്കൊരു വീടുണ്ടാകാൻ അങ്ങ് ശുപാർശ ചെയ്തിട്ട് എനിക്ക് ദ്വാരക്കണം നബിയേ. ഒരു കത്തെഴുതിയിട്ടതാ വേദപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അമീറിന് കൊടുക്കുകയാണ്. അവർ 200 പേരും അവിടെ താമസിക്കുകയാണ്. കാലങ്ങൾ പലതും കഴിഞ്ഞവർ മരിച്ചു. അവരുടെ മക്കളും മരിച്ചു, മക്കളെ മക്കളും മരിച്ചു. കാലം പലതും കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നു. മക്കയിൽ വളർന്നു. ഒരു നിലക്കും രക്ഷയില്ലാത്ത അവസ്ഥ വന്നു. കഅബാലയത്തിന്റെ അടുക്കലേക്ക് വന്നു. കില്ല പിടിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഅബാലയമേ ഞാൻ പോവാണ്, ഞാൻ മദീനയിലേക്ക് മാറി താമസിക്കുകയാണ്. യാത്ര പറഞ്ഞു നടന്നു പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നു വീട്ടിൽ നിന്നിറങ്ങി സൗർ ഗുഹയിൽ കയറി 3 ദിവസം അവിടെ താമസിച്ചു. ഹിജ്റയുടെ വിഷയം പറഞ്ഞാൽ തന്നെ ദിവസങ്ങളോളം വാള് പറയേണ്ടി വരും സുഹൃത്തുക്കളെ. 53 വയസ്സുള്ള പ്രായമുള്ള ഒരു മഹാൻ, 51 വയസ്സുള്ള പ്രിയപ്പെട്ട ശിഷ്യനും കൂട്ടുകാരനും, 2 പേരും മധ്യവയസ്സ് കഴിഞ്ഞ പ്രായത്തോടടുക്കുന്ന ആളാണ്. സൗർ കണ്ടിട്ടുണ്ടോ? എത്ര പ്രയാസമാണ് അവിടെ കയറാൻ. പാതിരാ സമയത്താണ് വലിഞ്ഞ് മേലെ കയറുന്നത്. ഒരൽപ്പം അതാ മുത്തുനബി നടന്ന് തളർന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോള് ചേർത്ത് താങ്ങിയെടുത്തിട്ടാണ് പിന്നെ മല കയറ്റുന്നത്. അതാ സൗറിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറാൻ വേണ്ടി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്തിരുത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കയറുകയാണ്. എന്തിന്? സീറ്റ് ആദ്യം പിടിക്കാനല്ല കേട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ, വല്ല പിടിമൃഗങ്ങളും ഉണ്ടെങ്കിൽ അതാദ്യം എന്നെ ഉപദ്രവിക്കട്ടെ, മുത്തുനബിക്ക് രക്ഷപ്പെടാമല്ലോ.
ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് പല ദ്വാരങ്ങളും ഗുഹയിൽ കാണുന്നത്. ഉടനെ ഇട്ട ഡ്രസ്സങ്ങ് കീറുകയാണ്. ആ ഭാഗത്തൊക്കെയും അത് അടച്ചു വെക്കുകയാണ്. മുത്തുനബിയെ ക്ഷണിക്കുന്നു. പക്ഷെ ഒരു മാടം അടക്കാനൊന്നുമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണത്തിലാണ്. ഉറക്കം വരികയാണ്. കണ്ണ് മയക്കത്തിലേക്ക് നീങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന് മടിയിലേക്ക് തലവെച്ചുറങ്ങാൻ പറഞ്ഞു. കാലെടുത്തിട്ട് ഒരു മാളത്തിലേക്ക്, അടക്കാനൊന്നുമില്ലാത്ത മാളത്തിലേക്ക് കാല് വെക്കുകയാണ്. ഓ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കാലിലതാ സർപ്പമാഞ്ഞാഞ്ഞ് കുത്തുന്ന നേരത്ത് ഉഗ്രവിഷമുള്ളിലേക്ക് കയറി അസഹ്യമായ വേദന വന്നു. വല്ലാതെ പ്രയാസപ്പെടുമ്പോഴും എന്റെ ഉറക്ക്, അതാ മുത്തുനബിയുടെ ഉറക്ക്, എന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഉറക്ക്, എന്റെ വേദന കൊണ്ടും എന്റെ അനക്കം കൊണ്ടും ഭംഗം വരണ്ട. കാരുണ്യമുള്ള നേതാവിന്റെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ശരീരം അറിയാതെ കരഞ്ഞ് കണ്ണുനീർ കണങ്ങൾ മുത്തുനബിയുടെ പൂമുഖത്തിറ്റിയപ്പോൾ കണ്ണു തുറന്ന ഹബീബ് ചോദിക്കാൻ, എന്തേ അബൂബക്കറെ കരയുന്നത്? നബിയെ, കാലിൽ പാമ്പ് കടിക്കുന്നു. കാല് വലിച്ചു നോക്കുമ്പോ കാണുന്നത് ചെറിപാഞ്ഞു വരുന്ന പാമ്പിനെയാണ്. ഹബീബദാ തന്റെ പ്രിയപ്പെട്ട തുപ്പുനീരെടുത്ത് ഹബീബിന്റെ കൂട്ടുകാരന്റെ കാലിൽ തടവി കൊടുക്കുന്നു. വേദന ശമിച്ചു പോകുന്നു. നോക്കൂ നിങ്ങൾ, വല്ലാത്ത പാഠമാണിതിൽ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ്. ഭാഗത്തൊന്നും ഉണ്ടോയെന്നറിയില്ല. ബിദ്അത്തിന്റെ കക്ഷികൾ മലപ്പുറം ജില്ലയിൽ അവര് ഒരു തെരുവ് നാടകം നടത്തിയത്, കുറേ കാലം മുമ്പ് ഒരു തെരുവ് നാടകം നടത്തിയിരുന്നു. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ നാട്ടിൽ പഴയ പള്ളി, പഴയ ദർസ്, പഴയ ചുറ്റുപാട് അള്ളാഹു നമുക്ക് ആ ഇസ്സത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഒരു തെരുവ് നാടകം നടത്തിയ ഒരു വിഭാഗം. എന്തിനാ തെരുവ് നാടകം? അത് റബീഉൽ അവ്വലാകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാകുക. എന്തിനാണ് തെരുവ് നാടകം നടത്തിയത്? തെരുവ് നാടകത്തിലെ അഭിനയം ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഒരു മാസം അങ്ങനെ അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിച്ചു. മധുവിധമൊക്കെ ആഘോഷിക്കുന്ന ഇടയിലാണ് ഈ ചങ്ങായിക്ക് വിസ കിട്ടിയിട്ട് ഗൾഫിലേക്ക് പോയത്. വല്ലാതെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് വിരഹത്തിന്റെ വേദന രണ്ടുപേരും ഒന്നിച്ച് അനുഭവിച്ച് അങ്ങോട്ട് പോവാൻ. അങ്ങനെ സുഹൃത്തുക്കളെ, കല്യാണം കഴിച്ച് ഗൾഫിലേക്ക് പോയി ഭാര്യനെ വിട്ട ഈ ഭർത്താവ്, ഭാര്യയുമായി അകന്ന പോയ ഈ ഭർത്താവ്, അയാൾ അവിടെ നിന്ന് ഒരു കത്തെഴുതി ഇങ്ങോട്ട്. ആ കത്ത് ഈ ഒരു പോസ്റ്റ്മാൻ ഇയാൾക്ക് കൊണ്ടു കൊടുത്തു. ആ കത്തി വളർക്കിടക്ക് ഇങ്ങനെ വായി ഉടനെ അവൾ ചെയ്തെന്താണെന്നറിയോ? ഈ കത്ത് അവിടെ വലിച്ചെറിഞ്ഞിട്ട് ഓടിപ്പോയി കത്ത് കൊണ്ടുവന്ന പോസ്റ്റ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മം കൊടുത്തു. ഹായ്, കേൾക്കണ്ടോ നിങ്ങള്? എന്താണ് ഈ നാടകത്തിന്റെ ഉള്ളടക്കം എന്നറിയോ നിങ്ങൾ? സംഘടനന്റെ പേരൊന്നും ഞാനിപ്പോൾ പറയണില്ല. സഹോദരങ്ങളെ, അവര് നടത്തി. എന്നിട്ട് പിന്നെ മൗലവിന്റെ പ്രസംഗമാണ്. എന്താണെന്നറിയോ? ഈ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ അത് അള്ളാഹുവാണ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അവന്റെ നാടകമാണ്. കല്യാണം കഴിക്കപ്പെട്ട പെണ്ണാരാണ്? ആ പെണ്ണ് മുസ്ലിമായ മനുഷ്യനാണ്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ്, സ്നേഹത്തിലാണ്. ഈ പടച്ചോനും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ട് പടച്ചോനൊരു കത്തെഴുതി. ആ കത്ത് മുഹമ്മദ് നബിയുടെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു പോസ്റ്റ്മാൻ. കത്ത് വായിച്ചിട്ട് പെണ്ണ് കരയുന്നു, മുസ്ലിം കരയുന്നു. കത്ത് വായിച്ചിട്ട് സ്വർഗം വായിച്ച് ചിരിക്കുന്നു, നരകം വായിച്ചിട്ട് കരയുന്നു, പലതും ചിന്തിക്കുന്നു. ഖുർആൻ ബഹുമാനിക്കുന്ന മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസം ഈ ഖുർആൻ വലിച്ചെറിഞ്ഞു അത് കൊണ്ടുവന്ന മുത്തുനബിയെ കയറി പിടിച്ചു. ഒരു പെണ്ണ് പോസ്റ്റ്മാനെ കയറി പിടിച്ചതിന്റെ ചാബല്യത്തോടാണ് മുഅ്മിനീങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുന്നതിനോട് ഈ വിഭാഗം ഉപമിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മുസ്ലിങ്ങളുടെ നേതാവല്ല കേട്ടോ, മുസ്ലിങ്ങളുടെ നബിയല്ല, പിന്നെ അവരുടെ നബിയാണ് ഈ പറഞ്ഞത്. നമ്മളെ നേതാവ് ആരാണ്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നേതാവാണ്, ഖുർആൻ പഠിപ്പിച്ച നേതാവാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഏതെങ്കിലും ഭർത്താവ് പറയോ കത്തുകൊണ്ടെന്ന പോസ്റ്റ്മാൻ, നിന്റെ ശരീരത്തെക്കാൾ നീ ആ പോസ്റ്റ്മാനെ സ്നേഹിക്കണോന്ന്, എന്നെക്കാളും സ്നേഹിക്കണോന്ന് പറയോ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ്മാൻ പറയണത് കേൾക്കണോന്ന് ഏതെങ്കിലും ഭർത്താവ് പറയോ? അവർക്കല്ലേ ആ ചിന്ത വരുന്നത്. ഓ സുഹൃത്തുക്കളെ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഹബീബ് ആരാണ്? മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നോക്കൂ നിങ്ങൾ, ഉഹദ് യുദ്ധം നടക്കാണ്, ഉഹദ് യുദ്ധം നടക്കാണ്. കല്ല് വന്ന് എറിയുകയാണ്. ഹബീബിന്റെ ചുണ്ട് പൊട്ടിയിട്ട് ചോര ഒലിക്കുകയാണ്. ചുണ്ട് പൊട്ടി, പല്ല് പൊട്ടി, ചോര ഒലിക്കുന്ന സമയത്താണ് സ്വഹാബികൾ പരക്കമ്പായാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ദൂരത്തുനിന്ന് നോക്കുമ്പോ ഹബീബിന്റെ മുഖത്ത് പരിക്കു പറ്റിയിട്ടുണ്ട്. ഉടനെ ഓടി ഹബീബിന്റെ അടുക്കലേക്ക് വരികയാണ്. ഏതാണ് ഈ നേതാവ്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അബൂ ദുജാന ചിന്തിക്കുന്നത്, എന്തിനാണ് എന്റെ ശരീരം ഇവിടെ ബാക്കി നിർത്തിയിട്ട് കാര്യം? അതേ സമയത്ത് ഹബീബ് ഇവിടെ വേണ്ടതുണ്ട്. ഞാനുണ്ടാവാൻ കാരണം മുത്തുനബിയാണ്, ആകാശം പടക്കാനും കാരണം മുത്തുനബിയാണ്, ലൗഹും കലമും സകലതും ഹബീബിന്റെ സംഭാവനയാണ്. വകുല്ലു ആയിന്നത റുസുലുൽ കിറാമു ബിഹാ വഇന്നമാ തസലത് മിൻ നൂരിഹി ബിഹിമി. എല്ലാ അമ്പിയാക്കളും കൊണ്ടുവന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം തന്നെ. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? അതുകൊണ്ട് അതാ അബൂ ദുജാന നോക്കുമ്പോൾ ഒരാൾ അമ്പ് ചെയ്യുകയാണ്. നേരെ ചാടി അവന്റെ മുമ്പിൽ വീഴാണ്. മുത്തുനബിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പ് സ്വന്തം നെഞ്ഞിലേറ്റ് വാങ്ങാണ്. അപ്പോഴാണ് ഇപ്പുറത്തുനിന്ന് വേറൊരാൾ അമ്പ് ചെയ്യണത്, അവിടത്തേക്കും കറങ്ങുകയാണ്. ഹബീബിന് പ്രൊട്ടക്റ്റായി അതാ ശരീരത്തിന്റെ ചുറ്റുഭാഗത്തും അബൂ ദുജാന റളിയല്ലാഹു അൻഹു വട്ടം കറങ്ങുന്നു. അമ്പുകളേറ്റു വാങ്ങി ഉഹദിലങ്ങ് വീരമൃത്യു വരിക്കുന്നു. ഹബീബ് പോസ്റ്റ്മാൻ അല്ല, അത് അവരുടെ നേതാവാണ്, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സഹോദരങ്ങളെ, 3 ദിവസം സൗറിലങ്ങ് കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് വന്ന് ഖുബായിലും താമസിച്ച് പിന്നെ മദീനയിലേക്ക് കയറുകയാണ്. മദീനക്കാരോ അവർ നേരത്തെ മുസ്ലിമായ ആളുകളുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ദഅവത്ത് നടന്നിട്ടുണ്ട്. ചെറിയ മക്കൾ മദീനയുടെ ബൗണ്ടറിയിൽ രാവിലെ വന്ന് നിൽക്കുകയാണ്. യുവാക്കളും വന്ന് നിൽക്കുകയാണ്, പെണ്ണുങ്ങളും വന്ന് നിൽക്കുകയാണ്. എന്തിന്? നബിദിന റാലിക്ക് നിൽക്കണില്ലേ വീട്ടിന്റെ പുറത്ത്? നബിദിന റാലി പടിഞ്ഞാറ്, നമ്മൾ ഉദുമ പടിഞ്ഞാറ് ഉസ്താദുമാരെ കമ്മിറ്റിക്കാരുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഇങ്ങനെ ദഫം മുട്ടിയിട്ട് പോകുമ്പോൾ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഒരു നോട്ടുണ്ട്, നോക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അന്യപുരുഷനിലേക്ക് നോക്കൽ നല്ലതല്ല. എത്ര നോക്കണ്ടെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ കിളിവായിലും തുറന്നു വെച്ചിട്ടൊരു നോട്ടം, അത് ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അതൊന്ന് കാണല് പെണ്ണുങ്ങൾ റാഹത്താ. ഈ ചെറിയ മക്കളെയൊക്കെ എന്തായാലും കാണാലോ, അവരെ നമ്മളെ കാണാൻ ഉസ്താദ്മാരെ കാണാനല്ല നിൽക്കണം. പിന്നെ അവരെ ചെറിയ മക്കളുണ്ട്, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ്. ഈ വിഭാഗത്തിൽ എന്താ പറ്റിപ്പോയത്? ഏറ്റവും വലിയ സന്തോഷം പെരുന്നാളിനാണോ നബിദിനത്തിനാണോ? നമ്മുടെ നാട്ടിൽ പെരുന്നാളിനേക്കാൾ സന്തോഷമാണ് റബീഉൽ അവ്വൽ അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പെരുന്നാൾ നമ്മളൊക്കെ സന്തോഷിക്കും. 2 പെരുന്നാളുണ്ട്, ഡ്രസ്സ് എടുത്തു. ചെറുപ്പക്കാരൊക്കെ എവിടെയാ പോയത്? അവരുടെ ലോകത്ത് പോയി. സന്തോഷം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സന്തോഷിക്കണം. എന്നാൽ നബിദിനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ നല്ല മദ്രസയുണ്ട്, ഹയർ സെക്കൻഡറി മദ്രസ. നിങ്ങളുടെ വരുമ്പോൾ ബൈക്കൊരു ബോർഡ് കണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയുണ്ട്, 1ാം ക്ലാസ്സുകാരനായ ഒരു മകൻ. 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി. ആ കുട്ടിക്ക് ഉസ്താദ് ഒരു പ്രസംഗതി കൊടുക്കണം. മദ്രസയിൽ ഉസ്താദ്മാർക്കൊക്കെ നല്ല ബർക്കത്താ, അവർക്ക് നല്ല സമയം. ഇപ്പോൾ എന്താ അത്
അവർ നോക്കി നിങ്ങൾ മദ്രസയിൽ ഉസ്താദ്മാരിങ്ങനെ പുസ്തകവും കിതാബൊക്കെ പരതിയിട്ട് കുട്ടികൾക്ക് പ്രസംഗം എഴുതി കൊടുക്കണം. എന്താ പ്രസംഗം? ഞാനിപ്പോൾ ഒരു വയൽ കഴിഞ്ഞിട്ട് വരികയാണ്, അടുത്തൊരു വയലിന് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞങ്ങളൊന്നും പ്രസംഗിക്കുന്നില്ല. സംഗതി കളവല്ല, ഒരു കഥ പോലെ പ്രസംഗ പരിശീലനമാണ്. അപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ പ്രസംഗം ഇപ്പോൾ നടത്തിയത് അതൊരു വലിയ പ്രസംഗമാണ്. ഇവനിത് നിൽക്കച്ച പോലെ നിൽക്കലാണ്, നോമ്പറ്റ പോലെ അതൊക്കെ റെഡി തന്നെ. കൽബിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാകണം. അപ്പോഴാണ് നബിദിനം ആഘോഷിക്കാൻ മനസ്സ് വരിക. അള്ളാഹു എല്ലാവരുടെയും കൽബിൽ ഈമാനിന്റെ വെളിച്ചം നൽകട്ടെ. ഞാൻ എൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ മദീനക്കാര് അബാലവൃദ്ധൻ ജനങ്ങൾ മദീനയുടെ ബൗണ്ടറിയിൽ കാത്തു നിൽക്കുന്ന ദിവസങ്ങളോളമായി. ഒരു ദിവസം അതാ പറയണൊരു ജൂതനായ മനുഷ്യനാണ് വിളിച്ചു പറയുന്നത്, നിങ്ങൾ കാത്തു നിൽക്കുന്ന നേതാവ് വരുന്നുണ്ട്. എല്ലാവരും ഓടുകയാണ്, ദഫെടുത്തിട്ടുണ്ട്. ബദറു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. സ്വഹാബികൾ ബൈത്ത് ചൊല്ലിയതാ റബീഉൽ അവ്വൽ 12 മദീനയിലൂടെ മുത്തുനബി ആനയിച്ചു സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ മേലെയാണ് വരുന്നത്. മദീനത്തെ പണക്കാർക്കൊക്കെ ആഗ്രഹം അങ്ങനെ ഉണ്ടാവൂലേ, വലിയൊരു നേതാവും തങ്ങളും വരുമ്പോൾ എൻ്റെ പേർക്കൊന്ന് ഭക്ഷണം കൊടുക്കണം എന്നൊരു താല്പര്യമുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും ആഗ്രഹം എൻ്റെ വീട്ടിൽ മുത്തുനബി ഒന്ന് താമസിപ്പിക്കണം, എൻ്റെ വീട്ടിൽ ഹബീബിനെ ഒന്ന് കയറ്റണം, ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഓരോരുത്തരും കയറ് പിടിക്കുകയാണ്. ഓരോരുത്തരും നബിയെ എൻ്റെ ബേക്കിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് വരണം, എൻ്റെ വീട്ടിൽ സൗകര്യമുണ്ട്, എൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട്. ഹബീബിന്റെ മറുപടി കേട്ടോ, ഖല്ലൂഹാ ഫഇന്നഹാ മഅ്മൂറാ. ഒട്ടകത്തിന്റെ കയറ് വിട്ടോ, അത് സാധാരണ ഒട്ടകമല്ല, അത് മുത്തുനബിയുടെ ഒട്ടകമാണ്. ഫഇന്നഹാ മഅ്മൂറാ, അതിന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ദർശനമുണ്ട്. പോകേണ്ട വഴി ഒട്ടകത്തിന് പറയേണ്ടതില്ല, ഇനി ഗൈഡിന്റെ ആവശ്യമില്ല, അത് അല്ലാഹുവിൽ നേരിട്ടതിന് ഇൽമ കിട്ടുന്നുണ്ട്. ഫഇന്നഹാ മഅ്മൂറാ, അതിന് വിവരം ലഭിക്കുന്നുണ്ട്. ഒട്ടകം നടക്കാൻ ഇടവഴിയിലൂടെ അങ്ങോട്ട് പോയി, പിന്നെ കുറച്ചും കൂടെ പോയി ഇങ്ങോട്ട് പോയി, പിന്നെയും അങ്ങോട്ട് പോയി. ആള് നോക്കാൻ എവിടത്തേക്കാൾ ഒട്ടകം പോകുന്നത്. നടന്ന് 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 ഒട്ടകം മുട്ടുകുത്തുന്നു. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിലാണ്. അത് 2 തട്ട് മാളികയാണ്. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ ഇറങ്ങി വരികയാണ്. ആ വീട്ടിൽ അന്ന് താമസിക്കുന്നത് അവരാണ്. ഇറങ്ങി വന്നിട്ട് ഹബീബിനോട് പോക്കറ്റിൽ നിന്നൊരു കീറിയാനായ കടലാസ് എടുത്തു കൊടുക്കുകയാണ്. വായിച്ചു നോക്കും, എന്താണത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുബ്ബയുണ്ടാക്കി കൊടുത്ത വീട്ടിൽ താമസിക്കാണവര്. ആ അന്ന് എഴുതി കൊടുത്ത കടലാസാണ്, കത്താണ് എടുത്തു കൊടുക്കുന്നത്. വായിക്കുമ്പോ, ഓ നബിയേ, തുബ്ബ എഴുതുന്ന കത്താണ്, എനിക്ക് വീട്ടിലൊരു സ്വർഗത്തിലൊരു വീട് വേണം കേട്ടോ. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളുടെ വീട്ടിന്റെ മേലെ ഒട്ടകം ബ്രേക്ക് ഇടുകയാണ്, അവിടെ ഇറങ്ങുകയാണ്. നോക്കൂ സഹോദരാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന ഹബീബിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ആ ഹബീബിന്റെ ചാരത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്, പരിശുദ്ധ മദീന. എല്ലാവരും ഒന്ന് എഴുന്നേറ്റോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ അശ്റഫുൽ അറാബി വൽ ആജബി മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി മൗലായ
والشكر فرض على الأمم مولاي صل وسلم على حبيبك خير الخلق كلهم ആശിഖീങ്ങൾ നടന്ന മണ്ണ് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച മഹത്തുക്കൾ ഇറങ്ങി നടന്ന മണ്ണ് ശരീരമൊന്ന് മണ്ണിനോട് മദീനയുടെ മണ്ണിനോട് ചേരുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് കൽബിൽ ഇഷ്കുള്ളവർ കരഞ്ഞുപോയ മണ്ണാണ് മദീന. ആ മദീനയിലെത്തിയിട്ട് അവിടെ മരിക്കാൻ ദുആ ചെയ്തവരാണ് മഹാന്മാർ. ഓ സഹോദരങ്ങളെ സഹോദരിമാർ, അവിടെ ഇരിക്കൂ. നമുക്ക് അല്ലാഹു തആല അവിടെ ഇരിക്കൂ. അല്ലാഹു നമ്മളെ മദീനയിൽ എത്തിക്കട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞു. അങ്ങോട്ട് നടക്കാൻ പറ്റണില്ല, പക്ഷെ അവിടെ നിൽക്കുന്നില്ല, നിൽക്കാൻ അനുവദിക്കുന്നില്ല. നമ്മെ പോലെ ലക്ഷങ്ങൾ കൊടുത്തു വന്ന ആളുകൾ പിന്നിൽ നിന്ന് തള്ളുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തു നോക്കി നബിയേ, ഇവിടെ എത്രയോ കാലം നിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കില്ല. അതാ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, മദീനയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് തഹഖൽബി മുഅതൈതു വാദിയൻ ഖഫമാ തബഅൻ ബിദാദിതാ താലിയൻ ലിത്താലിതാ. ഹബീബ് ഇറങ്ങി വന്ന സമയത്ത് സ്നേഹത്തോടെ സ്വീകരിച്ച മദീന. ഈ മദീനയിൽ നിന്ന് എന്റെ നാട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല നബിയേ, എന്റെ ഹൃദയം വിറക്കുകയാണ് നബിയേ, എനിക്ക് മദീനയിൽ നിന്ന് മടങ്ങാൻ കഴിയണില്ല. ആശിഖീങ്ങളായ ആളുകളതാ മദീനയിൽ നിന്ന് വരുമ്പോ ഏങ്ങലടിച്ച് കരയുന്നു. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മന്ദമാരുതനോടൊരു സലാം പറഞ്ഞയച്ച്, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കാറ്റുകളോട് മദീനയിലേക്ക് ചൊല്ലുമ്പോൾ സലാം പറഞ്ഞയച്ച്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിശാനേരത്തുള്ള ഇരുട്ടിനോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ഹളറത്തിലെത്തിയിട്ട് എന്റെ സലാമൊന്ന് പറഞ്ഞയച്ചു. ഹബീബിനോട് ഹൃദയത്തിൽ കണക്ഷൻ ഉണ്ടാക്കി ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലി, സ്വലാത്ത് ചൊല്ലി 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 കണ്ണടച്ച് രാവിലെ എഴുന്നേൽക്കുന്നതുവരെ മലക്കുകൾ നിന്റെ സ്വലാത്ത് മുടങ്ങാതെ ഏറ്റുചൊല്ലി ഹബീബിലേക്ക് പോകുന്നൊരു സന്തോഷം വേണം. നാളെ ഖിയാമത്ത് നാളിൽ ഹബീബ് നമ്മുടെ കൈപിടിക്കേണ്ടതുണ്ട്. إن الناس بيوم القيامة أكثرهم علي صلاة. നാളെ ഖിയാമത്ത് നാട് വരുന്ന സമയത്ത് ഞാനുമായി ഏറ്റവും ബന്ധമുള്ള ആളും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. റബ്ബും അവന്റെ മലക്കുകളും അല്ലാഹുവിന് ഹബീബിന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നിങ്ങളും സ്വലാത്ത് ചൊല്ലിക്കോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചിട്ട് ഇതാ റബീഉൽ അവ്വൽ പിറന്ന ആഴ്ചകളായിരിക്കുന്നു. ഓ സഹോദരന്മാരെ സഹോദരിമാരെ, സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയവരെത്ര? റബീഉൽ അവ്വൽ 30 ആകുമ്പോഴേക്ക് ഓ ഉമ്മ, എന്റെ നാവിലൂടെ 1,00,000 സ്വലാത്തെങ്കിലും മദീനയുടെ അതിർത്തി കടക്കട്ടെ. പാവപ്പെട്ട വിനീതനായ ഹംസ മിസ്ബാഹിയുടെ വാല് കേട്ടു. നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കാകെ നൽകാൻ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയാനുള്ള സമ്മാനവും സന്തോഷവും, മദീനയുടെ മാധുര്യം നുകർന്നു നിങ്ങൾ പോകുന്ന സമയത്ത് എനിക്കാകെ നിങ്ങളോട് പറയാനുള്ളത്, റബീഉൽ അവ്വൽ കഴിയുന്ന 30 ആകുമ്പോഴേക്ക് നമ്മുടെ എല്ലാവരും അതാ എണ്ണം പിടിച്ച് സ്വലാത്ത് ചൊല്ലിക്കോ. എണ്ണം പിടിക്കാൻ പറഞ്ഞ ഖൽബിന്റെ തുമഈനത്തിനാണ്. എണ്ണം പിടിക്കാൻ അല്ലാഹുവിനും ഹബീബിനും എണ്ണം ആവശ്യമുണ്ടായിട്ടല്ല, മറിച്ച് നമ്മുടെ ഖൽബിനൊരു തുമഈനത്തിന് എണ്ണം പിടിച്ചോ. എന്നിട്ട് ഞാൻ പറയട്ടെ, ഉദുമ പടിഞ്ഞാറ് ഈ പരിസരത്തുള്ള സഹോദരിമാര് സഹോദരന്മാര്, എത്രയോ പ്രായമുള്ള ആളുകൾ, എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നമ്മളൊക്കെയും ഒരുമിച്ച് കൂടി അതാ സ്വലാത്ത് അങ്ങോട്ട് വിടുകയാണ്.
റബീഉൽ അവ്വൽ 30 ആകുമ്പോഴേക്ക് 10,000 സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, 1,00,000 സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, അതിനേക്കാൾ ഏറെ സ്വലാത്ത് ചൊല്ലിയവരുണ്ട്. എന്നാൽ ഒരു പെണ്ണുങ്ങൾ അതിനേക്കാൾ ഒക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഹബീബായ നബി തങ്ങൾ നിങ്ങളെ മറക്കൂല കേട്ടോ. നാട്ടിൽ നിന്ന് ഞതാ വലിയ സ്വലാത്തില്ല പെണ്ണുങ്ങൾ ഇന്ന വളാട് എന്ന് അറിയിക്കാനല്ല, ഏറ്റവും കൂടുതൽ സ്വലാത്തിൽ ദൗക്കറാജിയാണെന്ന് അറിയിക്കാനല്ല, അമ്മദാജിയാണ് എന്ന് അറിയിക്കാനല്ല. പിന്നെയോ റാബിയത്തുൽ അദബിയ ബീബി പറഞ്ഞില്ലേ, കൂടുതൽ ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ചപ്പോൾ ചോദിച്ചു, എന്തിനാ റാബിയ കൂടുതൽ നിസ്കരിക്കുന്നത്? റാബിയത്തുൽ അദബിയയുടെ മറുപടി, പെണ്ണേ നാളാഖിറത്തിൽ ഹബീബ് വരുന്ന സമയത്ത് എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം, എന്റെ ഉമ്മത്തികൾ ഏറ്റവും കൂടുതൽ നിസ്കരിച്ച പെണ്ണാണ് റാബിയ. ഇത് പറയുമ്പോൾ ഹബീബിനുണ്ടാകുന്നൊരു സന്തോഷമില്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, എന്റെ ഹബീബിന്റെ ഇസ്സത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിച്ചോ. കൂടുതൽ സ്വലാത്ത് ചൊല്ലി 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 ഹബീബ് നാളെ മഹ്ശറയിൽ നിന്ന് എന്റെ ഉമ്മത്തികളെ കൂട്ടത്തിൽ അതാ കാസർഗോഡ് ജില്ലയില് ഇന്ന പ്രദേശത്തുള്ള ഇന്ന പെണ്ണ് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല അകറ്റി തരട്ടെ. അല്ലാഹു നമുക്ക് സന്തോഷവും റഹ്മത്തും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ഒരു 11 ദിക്ർ, ഒരു 11 സ്വലാത്ത്. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. വിഷമാവൂലല്ലോ. ഒരു 11 സ്വലാത്ത്, ഒരു 11 ദിക്ർ. ദിക്ർ ചൊല്ലുമ്പോൾ മരിക്കണ സമയത്ത് കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കാൻ മനസ്സിൽ കണ്ട് ചൊല്ലുക. അതുപോലെ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ വയതേക്കണേക്കാളും കൂടുതൽ വയത് കേൾക്കുന്ന മുഅ്മിനീങ്ങളാണ് ഖബറിൽ കിടക്കുന്നത്. അല്ലാഹുവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. നമ്മളെ ഉപ്പമാർ, പാപ്പന്മാർ, കാരണവന്മാർ ഒക്കെ കിടക്കുകയാണ്. നമ്മൾ എപ്പോഴാണ് പോയി കിടക്കേണ്ടത് എന്നറിയില്ല. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഹബീബിൻ്റെ മദ്ഹ് നിറഞ്ഞ് പറഞ്ഞ ഈ സദസ്സിൽ അല്ലാഹു തആല അതിൻ്റെ മദ്ഹും അതിൻ്റെ സന്തോഷവും അവരുടെ ഖബറിലേക്കും വെളിച്ചമായി അല്ലാഹു എത്തിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും 11 ദിക്ർ, എല്ലാവരും ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله لا إله إلا الله. എല്ലാവരും കണ്ണടക്കുക, മനസ്സ് തുറക്കുക. മദീന കണ്ടവർ മദീനയുടെ പരിശുദ്ധ മുത്തുനബിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലങ്ങ് കരുതുക. കാണാത്തവർക്ക് അവരുടെ ഹൃദയത്തെ മദീനയിലെത്തിക്കാനാണ് ഞാൻ മദീന വിശദീകരിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിൽക്കുക. അള്ളാഹു നമ്മെ മദീനയിലെത്തിക്കട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മനസ്സ് പായൂ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഉറക്കത്തിൽ സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്.
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ എത്തിക്കട്ടെ. നമ്മുടെ സ്വലാത്ത് അല്ലാഹു എത്തിക്കട്ടെ. എല്ലാവരും ഹബീബിലേക്ക് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ശീലിക്കണം. ഉറങ്ങുന്ന സമയത്ത് ചുരുങ്ങിയതൊരു 100 സ്വലാത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് അത് നിർബന്ധമായിട്ട് പറഞ്ഞതല്ല. ദിവസത്തിൽ ഏതെങ്കിലും സമയം, ഉറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഓർമ്മയുണ്ടാകാൻ വേണ്ടി പറഞ്ഞതാ. ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങുമ്പോൾ മറന്നുപോയി എന്നാൽ പിന്നെ എഴുന്നേറ്റ് ചൊല്ലിയേക്കണം. ദിവസത്തിലൊരു ദിവസം മുടങ്ങാതൊരു 100 സ്വലാത്ത് ഹബീബിലേക്ക് ചൊല്ലട്ടെ. അള്ളാഹു സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ. നമ്മളെ ഈ മജ്ലിസിൻ്റെ സന്തോഷത്തിന് ഏത് സ്വലാത്തും, അത് ഇപ്പം ചൊല്ലിയ സ്വലാത്താകാം. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഹബീബിനെ വിളിച്ചിട്ട് സ്വലാത്ത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. എല്ലാവരും ഇഖ്ലാസോടെ ഉസ്താദേ. الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الله حبيبا يا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ് ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് പറഞ്ഞത്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങളാ മദ്ഹ് പറഞ്ഞത് ഞങ്ങളെ ജീവിതത്തിന്റെ നന്മ ഉദ്ദേശിച്ചാണ്. ഞങ്ങളാ മദ്ഹ് പറഞ്ഞ് ഞങ്ങൾ ബറക്കത്തുള്ളതാകാൻ വേണ്ടിയാണ്. ഞങ്ങളെ മജ്ലിസ് ബറക്കത്തുള്ളതാകാൻ വേണ്ടിയാണ്. അല്ലാഹ് ഹബീബിന്റെ മദ്ഹിനോട് യോജിക്കാത്ത വല്ലതും ഞങ്ങളെ നാവിൽ നിന്നോ ഞങ്ങളെ പ്രവർത്തനത്തിൽ നിന്നോ വന്നു പോയെങ്കിൽ നീ മാപ്പാക്കണം അല്ലാഹ്. നിന്റെ ഹബീബിന്റെയും നിന്റെയും പൊരുത്തം നീ ഞങ്ങൾക്ക് ഓശാരം നൽകണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പിടിച്ച് സൃഷ്ടിക്കരുതേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, കൂട്ടുകാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, സ്നേഹിക്കുന്നവർ, ഈ നാട്ടിലെത്തിയപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തന്നവർ, അവരുടെ കുടുംബക്കാര്, അർഹമുർ റഹീമേ, പല നാട്ടിലും പോകുമ്പോൾ സംഭാവന നൽകുന്നവർ, ചോദിക്കുന്നു